നമസ്കാരം. മൂന്നാമതും പിണറായി വിജയൻ അതോ മൂന്നാമതും LDF? അക്കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഒരു സംശയവുമില്ല. മൂന്നാമതും പിണറായി തന്നെ എന്ന് അദ്ദേഹം പിന്നെയും ആവർത്തിക്കുന്നു. മൂന്നാമതും പിണറായി വിജയൻ വരണമെങ്കിൽ സംസ്ഥാനത്ത് എന്തൊക്കെ സംഭവിക്കണം? ഒന്നാമത്തെ കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മറിയണം എന്നതാണ്. 2019 18 സീറ്റും തോറ്റ LDF 99 ജയിച്ച് 2021 അധികാരത്തിൽ വന്നതാണ്. അതുകൊണ്ട് അത് തീർത്തും അസാധ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. 2021 LDFനെ വീണ്ടും അധികാരത്തിലെത്തിച്ച ചില ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ഇരിപ്പുവശമാണ്. കോവിഡ് കാലത്ത് സർക്കാർ കൈയയച്ച് നൽകിയതെല്ലാം വീടുകളിൽ എത്തിയിരുന്നു. പെൻഷനും കിറ്റുകളും എത്താത്ത വീടുകൾ കുറവായിരുന്നു. ഓരോ വീട്ടിലെയും ഒരാൾക്കെങ്കിലും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ദുർബലമായ പ്രതിപക്ഷമായിരുന്നു അന്ന് മത്സരിച്ചത്. പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് മുന്നിൽ നിസ്സാരമായി തല കുനിച്ചു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും 2026 സ്ഥിതി? പിണറായി വിജയനെ നേരിടാൻ VD സതീശൻ മതിയാകുമോ? സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. മൂന്നാമതും പിണറായിയോ LDF? ഒട്ടും സംശയമില്ലാതെ ഒരു കാര്യം പറയാം, പ്രതിപക്ഷത്ത് നേതൃത്വത്തെക്കുറിച്ച് സംശയങ്ങളുണ്ട്. അതുപോലെ ഭരണപക്ഷത്തും ചില പരിമിതികളുണ്ട്. പിണറായി വിജയൻ എന്ന പേരല്ലാതെ മറ്റൊന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് CM വിത്ത് മീ എന്ന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. അത് ശരിക്കും CM വിത്ത് മീ അല്ല, പിണറായി വിത്ത് മീ ആണ്. അങ്ങനെ തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നതും. 75 വയസ്സിന്റെ പ്രായപരിധി വച്ചിരുന്നത് CPIM മാത്രമല്ല, BJPയുമാണ്. BJP ആ പ്രായപരിധി കൊണ്ട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കി. ഇപ്പോൾ നരേന്ദ്രമോദി 75 പിന്നിട്ടു. RSS സർസംഘചാലക് മോഹൻ ഭാഗവതും 75 പിന്നിട്ടു. രണ്ടുപേരെയും മാറ്റുന്നില്ല. 2029 തെരഞ്ഞെടുപ്പിലും മോദി തന്നെ നായകൻ എന്ന മട്ടിലാണ് BJP പോകുന്നത്. CPIMന്റെ കാര്യത്തിലേക്ക് വന്നാൽ 75 വയസ്സിന്റെ പ്രായപരിധി കൊണ്ടുവന്ന് വെട്ടാൻ ഉദ്ദേശിച്ചത് VS അച്യുതാനന്ദനെയാണ്. മത്സരിക്കാനുള്ള സീറ്റ് നൽകുന്നതിലും മുഖ്യമന്ത്രിയാകുന്നതിലും അത് ഫലവത്തായില്ല. 82 വയസ്സിൽ VS തന്നെ മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചു, ജയിച്ചു, മുഖ്യമന്ത്രിയായി. പിണറായി വിജയന് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് 81 തികയൂ. അതിനാൽ VSനെ തെരഞ്ഞെടുത്ത മാനദണ്ഡം ഉപയോഗിച്ചാൽ പ്രായപരിധി കടക്കുന്നില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല മൂന്നാമതും പിണറായി വിജയൻ എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. CPIMന്റെ കാര്യമെടുക്കാം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടാമൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ എന്നായിരുന്നു. 1996 കാലഘട്ടത്തിൽ EK നായനാർ കഴിഞ്ഞാൽ ആരെന്ന ചോദ്യമാണ് ഉയർന്നത്. അതിന്റെ ഉത്തരം VS അച്യുതാനന്ദൻ എന്ന് തന്നെയായിരുന്നു. AKGയും EMSും TV തോമസും MN ഗോവിന്ദൻ നായരും C അച്യുതമേനോനും മുതൽ KR ഗൗരിയമ്മ വരെ തലയെടുപ്പുള്ളവരുടെ നീണ്ട നിര ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ മാറിയാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഉത്തരമില്ലാതായത് ഇപ്പോഴല്ല, കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോഴാണ്. പിണറായി മാറുമ്പോൾ കോടിയേരി എന്ന സ്വാഭാവിക പിന്തുടർച്ച ഉണ്ടായിരുന്നു. കോടിയേരിക്ക് പകരക്കാരനായി ആരും വളർന്നു വന്നില്ല. എന്തിനും ഏതിനും പകരമാകാൻ കഴിയുന്ന തനി തേക്കിൻ കാതൽ പോലൊരാൾ, അങ്ങനെ ഒരു നേതാവ് CPIMൽ ഉണ്ടായില്ല. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസു മാറിയാൽ ബുദ്ധദേവ് എന്നൊരാശരീരി എങ്ങും മുഴങ്ങി നിന്നു. ബുദ്ധദേവ് മാറിയാലോ അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. ബുദ്ധദേവിനോട് സർവത്ര എതിർപ്പുയർന്നപ്പോൾ സ്ഥിതി നിയന്ത്രിക്കാൻ സ്വാഭാവികമായി അവിടെ ഒരു നേതാവും ഉയർത്തു വന്നതുമില്ല. അതിന്റെ ഫലമാണ് ബംഗാളിൽ കണ്ടത്. കേരളത്തിലും അങ്ങനെ സംഭവിക്കുമോ? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതറിയുന്നത് റേഷൻ കടകളുടെയും ന്യായവില ഷോപ്പുകളുടെയും തിണ്ണകളിലാണ്. റേഷൻ കടകളിൽ സ്ഥിതി ഭേദമാണെങ്കിലും ന്യായവില ഷോപ്പുകളിൽ അത്ര നല്ല കാലമല്ല. സപ്ലൈകോയുടെ റാക്കുകളിൽ സാധനങ്ങൾ നിറഞ്ഞിട്ട് കാലം കുറച്ചായി. മുൻ വർഷത്തേക്കാൾ ഭേദമാണ് ഈ വർഷമെങ്കിലും അസംതൃപ്തി പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതി. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണ് അടുത്ത കടമ്പ. പെൻഷൻ 1600 രൂപയിൽ തന്നെ നിൽക്കുകയാണ്. അത് 2500 ആക്കുമെന്നത് നേതാക്കളുടെ വാഗ്ദാനമായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മാറ്റം വന്നുകൂടായികയില്ല.
അതോടെ വോട്ടർമാർക്ക് അതൃപ്തിയില്ലാത്ത സ്ഥിതി ഉണ്ടാകാം. പക്ഷേ സർക്കാരിന്റെ വരവ് ചെലവ് കണക്ക് നോക്കിയാൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൂട്ടാനുള്ള വഴിയൊന്നും കാണുന്നില്ല. GST പരിഷ്കാരത്തോടെ ഉള്ള വരുമാനം കൂടി കുറയും എന്ന സ്ഥിതിയുമുണ്ട്. ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയുടെ 65% ആദ്യ 7 മാസം കൊണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ കൂടി വർദ്ധിപ്പിച്ച് സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത കുറയ്ക്കും എന്ന് തന്നെ കരുതാം. പെൻഷനും റേഷനും കൊണ്ട് മാത്രം ഭരണവിരുദ്ധ വികാരം ഇല്ലാതാകില്ല. സർക്കാർ ജീവനക്കാരാണ് അത് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം. അവർക്ക് ശമ്പളം ഏതായാലും കുടിശ്ശിക ആക്കിയിട്ടില്ല. എന്നാൽ DA കുടിശ്ശികയുണ്ട്. ജീവനക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൃപ്തി നൽകിയിട്ടില്ല. അതിന്റെ മുറുമുറുപ്പ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ജീവനക്കാർ വലിയ സമരങ്ങളോ പണിമുടക്കുകളോ ഒന്നും കഴിഞ്ഞ 10 വർഷവും നടത്തിയിട്ടില്ല എന്നതാണ് സർക്കാർ ഉയർത്തിക്കാണിക്കാൻ പോകുന്ന കാര്യം. കേരളം എല്ലാ കാലത്തും രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ നടത്തിയിരുന്ന സംസ്ഥാനമാണ്. അത് നടക്കാതിരുന്നത് 2021 മാത്രമാണ്. LDF-ൽ നിന്ന് UDF-ലേക്ക് അധികാരം മാറിയില്ല. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് അതിൻ്റെതായ ക്ഷീണമുണ്ട്. കെ കരുണാകരനോ ഉമ്മൻചാണ്ടിയോ പോലുള്ള നേതാക്കൾ ഇപ്പോഴില്ല. എന്തു കാര്യത്തിനും പരിഹാരമുണ്ടാക്കുകയും ഏതൊരാൾക്കും എളുപ്പം സമീപിക്കാൻ കഴിയുകയും ചെയ്തിരുന്നവരുടെ പാരമ്പര്യമാണ് ഇല്ലാതായത്. പുതിയ നേതാക്കൾ വളർന്നു വരാനുള്ള തടസ്സം ഗ്രൂപ്പിസത്തിന്റെ പാരമ്യം തന്നെയാണ്. ഏതെങ്കിലും നേതാവ് ജനപ്രിയനായാൽ ആളെ വലിച്ചു താഴെയിടാൻ പരസ്പരം മത്സരിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് 2016-21 കാലത്ത് സംഭവിച്ചത് അതാണ്. VD സതീഷിനെതിരെ ഇപ്പോഴുയരുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിന് പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെയാണ്. VD സതീശൻ കോൺഗ്രസിലെ എല്ലാ വിഭാഗത്തിന്റെയും നേതാവല്ല. കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അവരുടെ കീഴിൽ പകുതി കോൺഗ്രസുകാരും അണിനിരക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. VD സതീഷിന് കീഴിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ആ കൂറ് ഉപേക്ഷിച്ചു. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ ഇനി പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതുകൂടിയാണ് LDF നേതാക്കൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതും പിണറായിയോ LDF-ഓ എന്ന് ചോദിച്ചാൽ പിണറായി തന്നെ എന്നാണ് CPIM പറയുന്ന ഉത്തരം. പിണറായിക്ക് പകരം വയ്ക്കുന്നത് ആരെ എന്ന് അവർ ഉയർത്തുന്ന ചോദ്യം പ്രതിപക്ഷത്തോടും കൂടിയുള്ളതാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.